തോറ്റുകൊടുത്തിട്ടില്ല. ഞാനും പൊരുതുന്നുണ്ടായിരുന്നു എന്റേതായ രീതി. അപ്പോൾ കഴിഞ്ഞ ദിവസം കിഷ്കിന്ധാകാന്ഡം എക്സ്പ്ലനേഷൻ ഇട്ടിട്ടുണ്ടായിരുന്നു. അതിൽ കുറച്ച് കമൻസും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. അതിൽ മെയിനായിട്ട് ശ്രദ്ധിച്ചൊരു കമൻ്റാണ് ഈ ഒരു അന്വേഷണം എന്ന ജയസൂര്യയുടെ ഫിലിമും നമ്മുടെ കരിക്കിൻ്റെ പൊരുൾ എന്ന സീരീസിലെ ആയിട്ട് നല്ല സാമ്യമില്ലേ ഈ കിഷ്കിന്ധാകാന്ഡം മൂവി എന്ന്. അന്വേഷണം എന്ന സിനിമയുടെ കാര്യം എനിക്ക് അറിയത്തില്ല, കാരണം ഞാനത് കണ്ടിട്ടില്ല. ഡൗൺലോഡ് ചെയ്ത് വെച്ചിട്ടുണ്ട്, എന്തായാലും അത് കാണണം. പക്ഷേ ഈ ഒരു കമൻറ്റ് കണ്ടതിന് ശേഷമാണ് കരിക്കിൻ്റെ കാര്യം ഞാൻ ആലോചിച്ചത്. ശരിക്കും ഒരു സാമ്യം ഉണ്ടല്ലോ. അപ്പോൾ അതിനെക്കുറിച്ചാണ് നമ്മളിന്ന് നോക്കാൻ പോകുന്നത്. അപ്പോൾ നേരെ പോയേക്കാം. ശരിക്കും ആ ഒരു കമൻറ്റ് കണ്ടതിന് ശേഷമാണ് ഞാനൊന്ന് ചിന്തിച്ച് നോക്കിയത് പൊരുളുന്ന വെബ് സീരീസിനെ കുറിച്ച്. അത് കുറച്ചുകൂടെ ത്രില്ലിംഗ് ആയിട്ടാണ് എടുത്തിരിക്കുന്നത്. കിഷ്കിന്ധാകാന്ഡത്തിൽ അവസാനം വരുമ്പോഴാണ് കുറച്ചുകൂടെ ത്രില്ലിംഗ് മൂഡിലേക്കൊക്കെ വരുന്നത്. ശരിക്കും ഇത് രണ്ടും തമ്മിലുള്ള ഒരു കണക്ഷൻ എന്ന് പറയുന്നത് കിഷ്കിന്ധാകാന്ഡ എന്ന സിനിമയിൽ അവസാനം എല്ലാം തുറന്ന് പറയാനുള്ളൊരു കാരണം അപർണ ബാലമുരളിയുടെ ക്യാരക്ടറാണ്. അതേപോലെ തന്നെ സെയിം ക്യാരക്ടർ തന്നെയാണ് പൊരുൾ സീരീസിലെ ജോർജിൻ്റെ ക്യാരക്ടർ. കാരണം ഇവർ അന്വേഷണം തുടർന്നു കൊണ്ടല്ലേ അവസാനം എല്ലാം അറിയുന്നത് തന്നെ. പിന്നെ ഈ ഒരു കുട്ടിയുടെ മിസ്സിംഗ് കേസാണ് രണ്ടിലും മെയിനായിട്ട് പറഞ്ഞു പോകുന്നത്. പിന്നെ ഈ ഒരു സീരീസിലും സിനിമയിലും മിസ്സിംഗ് ആയ കുട്ടി മരിച്ചത് തന്നെയാണ്. അത് മിസ്സിംഗ് ആയ അതേ ദിവസം തന്നെ. പക്ഷേ ഒരബദ്ധം പറ്റിയതാണ് രണ്ട് കേസിലും. അതും കുടുംബക്കാരുടെ തെറ്റുകൊണ്ട് തന്നെ. നേരത്തെ അപർണ ബാലമുരളിയും ജോർജിൻ്റെയും ക്യാരക്ടറായിട്ട് നല്ലൊരു കണക്ഷൻ ഉള്ളതുപോലെ പറഞ്ഞില്ലേ, അത് വേറെ ക്യാരക്ടേഴ്സുമായിട്ടുണ്ട്. എക്സാമ്പിളായിട്ട് നോക്കുവാണെങ്കിൽ ആസിഫലിയുടെ പൊരുളിലെ ഈ ഒരു ക്യാരക്ടറില്ലേ, ഇതുമായിട്ടൊന്ന് നോക്കാം. ഇവർക്ക് രണ്ടു പേർക്കും എല്ലാ കാര്യങ്ങളും അറിയാം, പക്ഷേ ഒന്നും പറയാൻ പറ്റാത്ത അവസ്ഥയിൽ നീറി ജീവിക്കുന്നു. അതുപോലെ തന്നെയാണ് മാലാപാർവതിയുടെ ക്യാരക്ടറും വിജയരാമൻ്റെ ക്യാരക്ടറും. ഇവർക്ക് രണ്ടുപേർക്കും കുറച്ച് സിമിലാരിറ്റി ഉണ്ട്. ഇവർക്ക് രണ്ടുപേർക്കും കോമൺലി ഉള്ളൊരു കാര്യമാണ് ദേഷ്യം. അധികം ആളുകളെ വിശ്വസിക്കില്ല. പിന്നെ മക്കളോടുള്ള പെരുമാറ്റം. മാലാപാർവതിയുടെ ക്യാരക്ടറെ നാട്ടുകാർക്ക് അങ്ങനെ ഇഷ്ടമല്ല. അതുപോലെ തന്നെയാണ് അപ്പുള്ളിയെയും. ഇതിൻ്റെ രണ്ട് ക്ലൈമാക്സിലും സത്യങ്ങളെല്ലാം മനസ്സിലാക്കും. എങ്കിലും പൊരുളിലായാലും കിഷ്കിന്ധാകാന്ഡത്തിലായാലും കണ്ടുപിടിക്കാൻ നടന്ന ആൾക്ക് അത് ആരോടും തുറന്നു പറയാൻ പറ്റാത്ത രീതിയിലാണ് എൻഡ് ചെയ്യുന്നത് ഫിലിം. കിഷ്കിന്ധാകാന്ഡം സ്ക്രിപ്റ്റ് നമ്മളെ നല്ല രീതിയിൽ പിടിച്ചിരുത്തുന്നത് കൊണ്ടായിരിക്കും നമുക്ക് സാമ്യത തോന്നാതെ ഇരുന്നത് ആ ഒരു സിനിമ കണ്ടുകൊണ്ടിരുന്നപ്പോൾ. പിന്നെ അന്വേഷണം എന്ന സിനിമയും ആയിട്ട് നല്ല സാമ്യം ഉണ്ടെന്ന് കേട്ടിരുന്നു. അതുകൂടി ഒന്ന് കണ്ടു നോക്കണം. എനിക്ക് ഇത്രയും കാര്യങ്ങളാണ് ഇത് രണ്ടും കണ്ടിട്ട് തോന്നിയത്. നിങ്ങൾക്ക് വേറെ എന്തെങ്കിലും കൂടി ആഡ് ചെയ്യണമെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്തേക്ക്. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക.